സദസ്സിന് നമസ്കാരം. സ്നേഹമാണ് ദിനസാരമൂഴി, സ്നേഹസാരമിക സത്യമേകമ. മഹാകവി കുമാരനാശാന്റെ വരികൾ ഒരുപക്ഷെ ഏറ്റവും അധികം പ്രചാരം നേടിയതാകാം ഈ വരികൾ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സ്നേഹമാണ് ദിനസാരമൂഴി എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിക്കാത്തവരായി ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമാണ് പ്രകൃതിയിലെ ഏറ്റവും ഉദാത്തമായ സ്നേഹം. ഈ സ്നേഹമാണ് പടർന്നു പന്തലിച്ച് കുടുംബത്തിലും സമൂഹത്തിലും ലോകമാകെയും വ്യാപിക്കുന്നത്. സ്നേഹം തന്നെയാണ് നമ്മുടെ ശക്തിയും ആനന്ദവും. സ്നേഹമില്ലാത്ത അവസ്ഥ മരണത്തിന് തുല്യമാണ്. നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഭൂമി സ്വർഗമാകുന്നു. സ്നേഹത്തെ കുറിച്ച് വിശുദ്ധ ബൈബിളും ഖുറാനും ഗീതയും ഒക്കെ വാതോരാതെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം, പ്രേമമതൊന്നല്ലോ, പരക്ക നമ്മെ പാലനു തൊട്ടു പാർമണ ശശിബിംബം എന്നാണ് മഹാകവി ഉള്ളൂർ പാടിയത്. ഒരു പൈസ പോലും ചിലവില്ലാതെ കൊടുക്കാനും വാങ്ങാനും കഴിയുന്ന ഒന്നാണ് സ്നേഹം. സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ്. അത് ചിലപ്പോൾ ഒരു പുഞ്ചിരിയാകാം. കാണുമ്പോഴൊക്കെ പരസ്പരം പുഞ്ചിരിക്കും. അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയമാണ് വീട്. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹമാകട്ടെ കുട്ടിയുടെ ആദ്യ പാഠം. അത് പരസ്പര സ്നേഹത്തിലേക്ക് എത്തണം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹത്താൽ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹത്താൽ ആനന്ദമാക്കും. സ്നേഹത്താൽ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹരി തന്നെ മരണം. മഹാകവി കുമാരനാശാന്റെ ചണ്ടാല പിശുകിയെ പ്രശസ്തമായ വരികളാണിവ. എന്നാൽ നമ്മുടെ ആധുനിക ലോകം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളി സ്നേഹമില്ലായ്മയാണ്. ഇസ്രായേലിലും പാലസ്തീനിലും നാം ഇന്നു കാണുന്ന യുദ്ധക്കെടുത്തുകൾക്ക് കാരണം സ്നേഹമില്ലായ്മ അല്ലാതെ മറ്റെന്താണ്? ലോകത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒറ്റമൂലിയാണ് സ്നേഹം. വസുദൈവ കുടുംബകം എന്ന ഉപനിഷ വാക്യം കേട്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? ലോകം ഒരു കുടുംബം അഥവാ ലോകമേ തറവാട് എന്നാണ്. ലോകത്തെ ഒരു കുടുംബമായി കാണാൻ കഴിയണമെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ട വികാരം എന്താണ്? സ്നേഹം. അങ്ങനെയായാൽ പിന്നെ ഇവിടെ അക്രമമില്ല, കൊലപാതകമില്ല, പീഡനമില്ല, ശത്രുതയില്ല, യുദ്ധമില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? രാവിലെ നമ്മൾ വായിക്കാനായി പത്രമെടുത്താൽ അതിൽ നമ്മൾ കൂടുതലും കാണുന്നത് അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും വാർത്തകളാണ്. TV ഓൺ ചെയ്താലും അവിടെയും ഇതേ അവസ്ഥ തന്നെ. ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൽ 2018 മഹാപ്രളയത്തിലും കോവിഡ് കാലത്തും വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലും നാം കണ്ടത് കേരളീയരുടെ പരസ്പര സ്നേഹമാണ്. സ്നേഹമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമാണെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. സ്നേഹം ഹൃദയത്തിൽ ഒളിച്ചു വെക്കാനുള്ളതല്ല, നമ്മുടെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും അത് പ്രകാശിപ്പിക്കാനുള്ളതാണ്. ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. അതിന്റെ തുടക്കം നമ്മൾ കുട്ടികളിൽ നിന്ന് തന്നെയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.